ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് മോഡ്സാർ. ഗൈസ്, ഇതേ നമ്മളിന്ന് കാൺപൂരിലാണ് നമ്മൾ ട്രെയിൻ കിടക്കണത്. അപ്പോൾ ഈ 2 ട്രെയിൻ നമ്മൾ വയ്യ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹോണടിച്ചൊക്കെ തുടങ്ങാം ഗൈസ്. ഓക്കെ, എടുത്തോ. ഓക്കെ, ഒരു ട്രെയിനിൻ്റെ ഇവിടെ സ്റ്റേഷനിലേക്ക് കയറിയതാണോ? സ്റ്റേഷനിലേക്ക് കയറിയതാണ്. ഞാൻ ഫുള്ളും കയറ്റാണ്ടിട്ടേക്കണേ. ഒരെണ്ണം പോയിട്ടുണ്ട്. കൈനടി ചേസ് വെച്ചാലേ വേണ്ട, അത് പോട്ടെ. അതും പിടിച്ചിടും നമുക്ക് വേണ്ടി മിക്കാറും. ഇല്ലേ, നമ്മൾ കയറണ്ടേ. സ്പീഡ് ലിമിറ്റ് 40 പോട്ടെ. നമ്മൾ സ്പീഡ് ലിമിറ്റിൽ മാക്സിമം നോക്കള, കാരണം ടൈമുണ്ട്. ഓക്കെ, അതിനപ്പം ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 2 ട്രെയിൻ നമ്മൾ പിടിച്ചിടിച്ചിട്ടുണ്ട്. പിന്നെ നോക്കി, ഈ ട്രാക്കല്ലേ, അങ്ങോട്ടല്ലേ വളഞ്ഞോ? നമ്മൾ ഇങ്ങോട്ടേക്ക് വളഞ്ഞു, നേരെ പോകാണ്ട്. നേരെ പോയ എങ്ങോട്ടാ അറിയില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ ഇത് തന്നെയാണ്. ഹോണൊക്കെ അടിക്കാം, സിഗ്നലൊക്കെ പാലിച്ച് പയ്യെ പോയാൽ മതി. ഓക്കെ, സ്പീഡ് പയ്യെ കൂടുണ്ട്. 45 60 സ്പീഡ് ലിമിറ്റ് ഇപ്പം ആവും. 60 കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് 150. അതുകൊണ്ടൊന്നും നോക്കാനുള്ള കൊടുത്ത കൊണ്ട് ഇടുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് നിന്നോട്ടോ. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ വന്ദേ ഭാരത് നമുക്ക് അൺലോക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ദേ ഭാരത് അൺലോക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോയിൽ മിക്കവാറും ഞാൻ വന്ദേ ഭാരത് കൊണ്ടുവരും. കാരണം വന്ദേ ഭാരത് അത്യാവശ്യം ഞാൻ ഒന്ന് ട്രയലിൽ ഓടിച്ചു നോക്കിയായിരുന്നു. അത്യാവശ്യം സ്പീഡുണ്ട് വന്ദേ ഭാരതിന്. അതുപോലെ തന്നെ നല്ല സ്പീഡുണ്ട്. പെട്ടെന്ന് തന്നെ 50 പെട്ടെന്ന് കയറും. പിന്നെ അതിൻ്റെ അകത്തത്തെ വ്യൂ നല്ല കിഡിലെ ഇൻറ്റീരിയലാണ്. ഏതോ ട്രെയിൻ കയറാനുണ്ടല്ല, റെഡല്ലേ അത് കാണണേ. പയ്യെ ഓക്കെ ഗായ്സ്, അവിടെ വേറെ ട്രെയിൻ തന്നെ. ഓക്കെ, അത് പോയി തീർന്ന് നമ്മുടെ സിഗ്നലിൽ ഗ്രീനായി എടുക്കാം. ഓക്കെ, സിഗ്നൽ ഗ്രീനായിട്ടുണ്ട്. പയ്യതേ നമ്മൾ ട്രെയിൻ എടുക്കുവാണ്. എടുത്തിട്ടുണ്ട്. പോട്ടെ, 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി 144 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. ഇവിടെ 150 നമ്മുടെ സ്പീഡ് ലിമിറ്റ് നേടണം. നല്ല പിടിച്ചോണ്ട് വലിച്ചോ. പിന്നെ ഡീസലിൻ്റെ കഴിഞ്ഞ ശേഷം ഇവിടെ സ്പീഡ് കുറവ്, പക്ഷേ ഡീസലിന് അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടോ. അത്യാവശ്യമില്ല, നല്ല സ്പീഡ് തന്നെയുണ്ട് ഡീസലിന്. നല്ല സ്പീഡിൽ തന്നെയാണ് ട്രെയിൻ പോണേ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സ്പീഡിൽ പോകണം നമ്മുടെ ട്രെയിൻ. സിഗ്നലൊക്കെ കട്ട് ചെയ്ത്. ബോഗി ചെറുതാണോ? കുറച്ച് ബോഗികളൊന്നും തോന്നുന്നു. ഇൻറ്റീരിയൽ തിരക്ക്. ഇവൻ ഇവിടെ കിടക്കുകയാണോ? ഇൻറ്റീരിയൽ അത്യാവശ്യം കുഴപ്പമില്ല. AC അല്ലല്ലോ, നമ്മൾ സ്ലീപ്പറിലാണ് കയറിയത്. ഓക്കെ, ട്രെയിനിൻ്റെ പൊക്കത്തു നിന്നുള്ള വ്യൂ ഒക്കെ ചെയ്ത് വെള്ളം കടന്നുമാണ്. 58 ട്രൈയാണ് കൂടുതൽ. അതൊരു കുഴപ്പമില്ല. മറ്റേ ഇതാണെങ്കിൽ സ്പൈ കയറിയാൽ എത്ര കമ്പാർട്ട്മെൻ്റ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 കമ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലേ. അത്യാവശ്യം സ്പീഡുണ്ട്. ലൈറ്റ് ഇടുമ്പോൾ ആ വ്യൂ നോക്കി അവിടെ കളിയാണത് ട്രെയിനിൻ്റെ ഇതേക്കാം. ഓക്കെ, ഇതാണ് ട്രെയിനിൻ്റെ മുമ്പിലിരുന്നുള്ള അവസ്ഥ. ട്രെയിനിലത്തെ ആ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ ട്രെയിൻ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സ്പീഡുണ്ട് നമ്മുടെ ട്രെയിന്. പറയുന്നത് നല്ല സ്പീഡുണ്ട്. ഇപ്പോൾ 56 ഇപ്പം തന്നെ 80 ആവും. 50 അല്ലല്ല, 79 ഇപ്പം 80 90 100 സെറ്റ്. അത്യാവശ്യം സ്പീഡുണ്ട്. കണ്ടാ, ഏത് സിറ്റിയാണിത്? ഏതാ സ്ഥലം? സൈഡിൽ എന്ത് പരസ്യമൊക്കെ ഉണ്ടല്ലോ, മറ്റേ കമ്പിയുടെ പരസ്യമൊക്കെ ഉണ്ടല്ലോ.
ഹോൺ അടിച്ചു പോകാൻ കാരണം നമ്മൾ 90ലേക്ക് അടിക്കുമ്പോൾ മാക്സിമം ഹോൺ അടിച്ചു പോകാൻ കാരണം ഇങ്ങനത്തെ സ്ഥലം വേണ്ടി ചിലങ്ങാനെടുത്ത് കറക്റ്റ് റെയിൽ പാളത്തിലേക്കൊന്ന് ചാടും. പിന്നെ അവന്മാരുടെ ഇതൊക്കെ നമ്മൾ കണ്ട് ലാസ്റ്റ് സീനായിരിക്കും. ഇതൊരു കിടിലൻ വളവ് തന്നെ. വളവ് അത്യാവശ്യം സുഖമായിട്ട് വളയെന്ന് തോന്നണത് ഇല്ലേ? സിമ്പിളായിട്ട് തന്നെ വളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊരു 100% ഒക്കെ ഇതേപോലെ ട്രൈ ചെയ്യാൻ പോണ്. ഓണൊക്കെ അടിച്ച് അങ്ങനെ പറന്നങ്ങോട്ട് പോട്ടെ. 5 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അത്യാവശ്യം സ്പീഡായിട്ടുണ്ട്. 110 ആയിട്ടുണ്ട്. 60 സ്പീഡ് ലിമിറ്റ് ഗൈസ്. നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ചെയിൻ വലിച്ചേക്കാണ്. കഴിഞ്ഞ തോറ്റ് ഗൈസ്, തോറ്റ്. ഓ ഷിറ്റ്. ഇപ്പം അടുത്ത വീഡിയോയിൽ പിന്നെ നമ്മളാ 100 ഒറ്റയടിക്ക് കയറിപ്പോയവനാണ് തോറ്റു പോയത് ഗൈസ്. ഇല്ലെങ്കിൽ നമ്മൾ ജയിച്ചാനെ ഗൈസ്. ബൈ ബൈ.